ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ എപ്പോഴത്തെയും പോലെ എണീച്ചിട്ടുണ്ട്. ഇതാ ഒരാളിതാ ഇവിടെ എഴുന്നേറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആൾ ഫുൾ സ്വിങ്ങിലല്ല ഇന്ന് എണീച്ചിട്ടുള്ളത്. എന്താവും എനിക്കറിയില്ല. ഞാൻ എണീച്ച് ഡ്രസ്സ് മാറാൻ പോവാന്ന് ചോദിച്ച് എണീക്കുമ്പോൾ തന്നെ അവൾ ഞെട്ടി എണീച്ചു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ താഴെ പോയി ഒന്ന് ഫ്രഷപ്പ് ആവട്ടെ. എൻ്റെ സൗണ്ട് നല്ലപോലെ പിന്നെയും മാറിയിട്ടുണ്ട്. ഇവളുടെ തണുപ്പ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ താഴെ പോയിട്ട് ഫ്രഷപ്പ് ആവട്ടെ. ചുറ്റുപാവനെ കാണിക്കണോ? ചുറ്റുപാവ ചിച്ചേ എന്നാലേ ഏൻ ചിച്ചേ ചിച്ചേ ഹായ് ഗുഡ് മോർണിംഗ് പറ. ഗുമ്മാട്ടിയോ? ഗുമ്മാട്ടി അല്ല, ഗുഡ് മോർണിംഗ്. താഴെ പോവാ പോകാം. ബ്രഷൊക്കെ ചെയ്യണ്ടേ? അവിടെ ഞാനും ഷുട്ടും പല്ലൊക്കെ തേച്ച് ഫ്രഷപ്പ് ആയി ഒന്ന്. ഇനിയിപ്പോൾ ഒന്ന് ചായ കുടിക്കണം. ഞാൻ പിന്നെ പല്ലേക്കുന്നൊക്കെ നമ്മളെപ്പോഴും എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. തൊണ്ട ശരിയില്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു കോഫി കുടിക്കാനുള്ളൊരു മൂഡുണ്ട് രാവിലെ തന്നെ. പിന്നെ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഞാൻ പോയിട്ട് ഉണ്ടാക്കട്ടെ. അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയർ കറി. ഒരാൾ രാവിലെ തന്നെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. ഷുട്ടോ ഷുട്ട്. അപ്പം എന്തായാലും നമ്മൾ ചായ കുടിച്ചിട്ട് കാണാം. ആയി നോക്ക. ആയില്ലേ, ഒരു മിനിറ്റ് നിക്ക്. ഇവിടെ നിക്ക് എന്നാലേ കാണാൻ പറ്റൂ. അപ്പൊ എന്തായാലും നമ്മൾ ചായ കുടിക്കട്ടെ. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് ചായ കുടിക്കാൻ നിന്നു. ഇന്ന് നമ്മളൊരു ബിരിയാണി പ്ലാനിലാണ്. ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് അരിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പോയിട്ട് ചിക്കനൊക്കെ ഓൾറെഡി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബിറ്റ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് ഷുട്ടുപ്പ് കുടിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, വിഷുവിൻ്റെ സമയത്ത് നമ്മൾ ഗീ റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറിൻ്റെ അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഗീ റൈസ് അല്ല, നെയ്ച്ചോറിൻ്റെ അരി. അപ്പോൾ അതുള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ച് നമ്മൾ രാത്രി തന്നെ പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് മാഗ്നേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പരിപാടി നോക്കണം. ഉള്ളിയെല്ലാം കട്ട് ചെയ്യണം. ഷുട്ടൂന് കുറച്ച് കഴിഞ്ഞിട്ട് ചായ കൊടുക്കാമെന്ന് വിചാരിച്ച്. അത് മതിയാവൂലേ? അതന്നെ അധികമായിരിക്കും. അപ്പം നമ്മൾ എന്തായാലും ബിരിയാണി പരിപാടിയിലേക്ക് നീങ്ങട്ടെ. ഹലോ ഗായ്സ്, അപ്പോൾ വീട്ടിൽ നിൽപ്പാലെ ഒരു ചിക്കൻ വാങ്ങിക്കാൻ വന്നേക്കാണ് നമ്മൾ. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു നാളെ ബിരിയാണി വെക്കാന്നുള്ളത്. നാളെ എന്നല്ല, നമ്മൾ വിഷുവിന് ഓൾറെഡി നമ്മൾ കുറച്ച് റൈസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അരി ഓൾറെഡി അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ ചിക്കൻ വാങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി ഇപ്പം ബിരിയാണി വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട്. അതാ ചുട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിക്കൻ വാങ്ങാൻ വന്നേക്കുവാണ്. ചുട്ടുകാർ നമ്മൾ നല്ല ഡ്രസ്സ് അല്ലാത്തോണ്ട് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടില്ല. കുട്ടപ്പൻ ചിക്കൻ വാങ്ങാൻ പോയേക്കുവാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ വാങ്ങി, കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി വന്ന് അപ്പം തന്നെ അത് കഴുകി ഫ്രഷാക്കി വെച്ചു. അപ്പോൾ നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, നമ്മുടെ ചിക്കൻ മസാല, ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാല ഇതൊക്കെ ചേർത്ത് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ അമ്മയ്ക്ക് ഇങ്ങനെ എല്ലാം ഈ മിക്സ് ചെയ്തിട്ടുള്ള ചിക്കനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ ചിക്കൻ ബിരിയാണി വെക്കുന്നത്. നോർമലി ചെയ്യുമ്പം നമ്മൾ ശരിക്കും കുരുമുളക് പൊടിയും പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതുമാത്രമാണ് ചേർക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫുള്ളി മസാല വെച്ച് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് അതായത് ചിക്കൻ കുറച്ചും കൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ലെമണും കൂടി നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലാണെങ്കിൽ ഞാൻ തൈരാണ് ആഡ് ചെയ്യാറുള്ളത്. തൈരും എന്താ പറയുക മഞ്ഞളും മാത്രമേ ഞാൻ ആഡ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ലെമണും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ തലേ ദിവസത്തെ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം മാഗ്നേറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. തോലടക്കം എടുക്കാം അല്ലേ? എന്താ വേണ്ടേ? വലിയ ഉള്ളിയല്ലേ? നോക്കെന്നാ വേണ്ടേ? ഒച്ചയുണ്ട്, കാക്കയുണ്ട്, എന്തൊക്കെയല്ലേ? പോയ കാക്ക പോയി കഴിയോ? കാക്ക പുഴുന്നിട്ടില്ല. വേസ്റ്റിൻ്റെ അകത്തുള്ള പുഴുന്ന നമ്മള് എല്ലാ മസാലയും പെരക്കിയിട്ടാണ് ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. സാധാരണ ആക്കുമ്പോൾ നമ്മള് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അതൊക്കെ എടുക്കുള്ളൂ. പക്ഷെ അമ്മക്ക് കളറുള്ള ചിക്കൻ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല കുറച്ച്, പിന്നെ ഒരു പുളിനാരങ്ങയും ഹാഫ് ഒരു ലെമണും കൂടെ വീണിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് ഇപ്പം എടുത്ത് നോക്കണം അമ്മ. ചിക്കൻ കാണിച്ചു തരാം ഫ്രിഡ്ജിലല്ല. ഞാൻ ഷുട്ടൂന് ചായ കൊടുക്കാൻ ടൈം ആകുമ്പോഴത്തേക്കും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ പറയുന്ന വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താ വെച്ചാൽ കിച്ചണിൽ നമുക്ക് ഫാനില്ലാണ്ട് നിൽക്കാനേ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഫാനിൻ്റെ സൗണ്ടും ബാക്കിലുണ്ടാവും. ഭയങ്കര ചൂടുമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഓവർ ചെയ്ത് പറയാമെന്ന് വിചാരിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. നമ്മൾ ഉള്ളിയും തക്കാളി ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ചതുക്കി എടുക്കണം. അപ്പോഴേക്കും അത് അമ്മ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഷുട്ടൂന് ഒന്ന് ഫുഡ് കൊടുക്കട്ടെ. ബാ ഷുട്ടു കഴിക്കാം. നീടെ കൊമ്പത്ത് കയറിയിരുന്നിനി. അങ്ങനെ ഉള്ളിയും തക്കാളിയും കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ നേരെ ഷുട്ടൂന് ഫുഡ് കൊടുക്കാൻ പോയി. അവൾക്ക് ഇഷ്ടപ്പെടാത്ത 2 ഭക്ഷണം എന്ന് പറയുന്നത് ഉഴുന്നുദോശ, ഇഡ്ഡലി, മീൻസ് ഉഴുന്നിൻ്റെ സംഭവങ്ങൾ, പിന്നെ വെള്ളയപ്പാണ്. പുളിയുള്ളത് ഭയങ്കര ഇഷ്ടമേ അല്ല അവൾക്ക്. എന്താ അറിയില്ല. അമ്മ ഇങ്ങനെ പറയാറുണ്ട് പണ്ട് എൻ്റെ ഏട്ടനും എല്ലാം അങ്ങനത്തെ ഒരു നേച്ചറായിരുന്നു. പുളിയുള്ള സാധനങ്ങൾ ഇഷ്ടമായിരുന്നില്ല. ചിലപ്പം ആ ഒരു ഹെറിഡിറ്ററി ആയിരിക്കാം. അങ്ങനെ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് ഷുട്ടൂന് ഫുഡ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ നമ്മുടെ അരി ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി അരിപ്പയിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്തതാണ് പരമാവധി നല്ലത്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾക്കിവിടെ ആർക്കും മറ്റേ ബസ്മതി റൈസിൻ്റെ ബിരിയാണി ഇഷ്ടമല്ല. ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ ആകെ ഒറ്റ പ്രാവശ്യം അങ്ങനെ കഴിച്ചിട്ടുള്ളൂ. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും വാങ്ങിക്കുന്നത് വയനാടൻ കൈമയാണ്. അതും നമ്മൾ ഈ 80 റുപ്പീസ് 100 റുപ്പീസിൻ്റെ ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മളെപ്പോഴും 80 റുപ്പീസിൻ്റെയാണ് വാങ്ങിക്കാറുള്ളത്. വില കൂടിയ അരിനെക്കാട്ടിലും കുറച്ചും കൂടി ഗുണവും ക്വാളിറ്റിയും അല്ലെങ്കിൽ നല്ലതും തോന്നിയിട്ടുള്ളത് എപ്പോഴും ആ ഒരു 80 റുപ്യേൻ്റെ ആ ഒരു അരിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അതാണ് വാങ്ങിക്കാറുള്ളത്. നമ്മൾ അരിയെല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം റെഡി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം റെഡി, എല്ലാം റെഡി. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം.
ഉണക്കില്ലേ അപ്പൊ നമ്മൾ വേണ്ടല്ലോ വേണ്ട അമ്മ ഈ ചമ്മന്തി എടുത്തേ. നമ്മൾ ആദ്യം മസാല ഉണ്ടാക്കാനാണ് പോകുന്നത്. അരിന്റെ സംഭവമാണ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം വെക്കണം. അത് നമുക്ക് മസാല ആക്കിയിട്ട് ഓ ഞാൻ കാര്യം നമ്മൾ ഫുള്ളായിട്ട് ഉപ്പിട്ടില്ല അമ്മ ചിക്കനകത്ത്. എനിക്ക് ഇതിന്റെ മൂടി തരണേ. ഇതിന്റെ ഉള്ളിന്റെ നമ്മൾ ആദ്യം ഉള്ളി എടുക്കാം കേട്ടോ. ഇത് നമ്മൾ വെക്കുന്ന ടൈപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെക്കുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് മാത്രമേ ഇടുള്ളൂ. അമ്മ കുറച്ച് മസാലയുള്ള ടൈപ്പായിട്ട് അതുകൊണ്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കനാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഉള്ളി ഒന്ന് സോട്ടായി വരുമ്പോൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ആഡ് ചെയ്യും. ബിരിയാണി വെക്കുമ്പോൾ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി അവിടെ നിന്ന് വഴന്ന് വരുമ്പോഴേക്കും ഞാൻ നമ്മുടെ വെള്ളം, അതായത് റൈസ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. വെള്ളം തിളച്ച വെള്ളം തന്നെയാണ്, പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാ സ്പൈസസും ഇട്ടിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചോറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം പുളിനാരങ്ങയും ഉപ്പും കൂടെ നോക്കിയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ എല്ലാ സ്പൈസസും ഇടും കേട്ടോ. പെരിഞ്ജീരകം, ജീരകം, പിന്നെ പൊടിക്കാത്ത കുരുമുളക് ഇടും നമ്മൾ. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇട്ട് നല്ല പോലെ തിളപ്പിച്ച് വെക്കും വെള്ളം. ഇവിടെ നമ്മൾ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു 5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ റെഡി ആവുന്നുണ്ട്. നല്ല പോലെ സോട്ടായിട്ടാകുമ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ ഉള്ളി നല്ല പോലെ വഴണ്ട് വന്നതിന് ശേഷം ഉള്ളി മാത്രമല്ല ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് പേസ്റ്റും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഉള്ളി നല്ലപോലെ വാടണം. പിന്നെ നമ്മൾ തക്കാളി ആഡ് ചെയ്തിട്ടാകുമ്പം തക്കാളി നല്ല പോലെ കുക്കായി ഇങ്ങനെ അടിഞ്ഞ് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ തക്കാളി കടിക്കാൻ കിട്ടുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല, ബിക്കോസ് ബിരിയാണി ആണല്ലോ. അപ്പോൾ കറി വെക്കുമ്പോൾ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അപ്പുറത്ത് തന്നെ നമ്മുടെ വെള്ളം നല്ല വെട്ടി തിളക്കുന്നുണ്ട്. നല്ലപോലെ തിളക്കണം. ആ സ്പൈസസിൻ്റെ സ്മെല്ല് നമ്മൾക്ക് പുറത്തേക്ക് വരണം. അപ്പോൾ നമ്മൾക്ക് ആ വെള്ളം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ തക്കാളി വേവാൻ വേണ്ടിയിട്ട് തക്കാളി ഇട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് മൂടി വെച്ചു. അപ്പോൾ ഇതെന്താ നമ്മളെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചത്. വീഴല്ലേ, ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നുമില്ല. ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കുറച്ച് ഗരം മസാല, ഒരു 1/2 ലെമണും കൂടെ ആഡ് ചെയ്തിട്ട് വെച്ചതാണ്. മസാല ഇടാണ്ട് വെക്കുന്നതാണെങ്കിൽ ഞാൻ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും തൈരും മാത്രം മിക്സ് ചെയ്തിട്ട് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാറുള്ളത്. ബാക്കി പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ആ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇനി നമ്മളെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചോറിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ ഉടഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. അപ്പോൾ ഒരു നോർമൽ റൂം ടെമ്പറേച്ചറിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ തീരെ വെള്ളം എടുക്കണ്ട, മസാല പോയാലും കുഴപ്പമില്ല.
നമ്മൾ ഓരോന്നായിട്ട് എടുത്തിടുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് വേവുമ്പോൾ എന്തായാലും ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അധികം ചിലപ്പം വെള്ളം വരും. പക്ഷെ നമുക്ക് കമ്പാരിറ്റീവ്ലി ഇന്ന് കുറവായിരുന്നു വെള്ളം. ബിക്കോസ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ആയതുകൊണ്ടാണോ എന്നാണെന്നറിയില്ല, നമ്മൾ ഫ്രഷ്ലി കട്ട് ചെയ്ത ചിക്കൻ്റെ അകത്ത് ഇതിനേക്കാളും കൂടുതൽ വെള്ളം വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പിന്നെ നമ്മളിങ്ങനെ ഇട്ട് എന്താ പറയുക വറ്റിച്ച് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇന്നലെ തീരുമാനിച്ച കേട്ടോ ഒരു ബിരിയാണി വെക്കാന്നുള്ളത്. ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്നലെ കുട്ടപ്പൻ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ചോദിച്ചു നമുക്ക് നാളെ ബിരിയാണി വെച്ചാലോ എന്നിങ്ങനെ. ഞാൻ ഡെയിലി വ്ളോഗ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ നമുക്ക് ബിരിയാണി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്താണ് ചുമ്മാ. ചിക്കൻ അവിടുന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ഒന്ന് ഇടാമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ എപ്പോഴും നിയാസിനമൈഡാണ് രാവിലെ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യും, അത്രയേ ഉള്ളൂ. എന്തായാലും അത് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇതാ ഒരാൾ കൊക്കോമെലൻ കാണുകയാണ്. ഇന്ന് എനിക്ക് എന്താ പറയുക ബിരിയാണീൻ്റെ പരിപാടി ആയതുകൊണ്ട് ഇവളെയും കൂടെ ഹാൻഡിൽ ചെയ്ത് ബിരിയാണി വെക്കൽ പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം അവിടെ വെച്ചുകൊണ്ടാണ് എത്തിയേക്കാണ് ആളുടെ. ഇഷ്ടം പോലെ വെള്ളം വന്നിട്ടുണ്ട്. മെയിൻ പ്രശ്നം ഇഷ്ടം പോലെ വെള്ളം ഇങ്ങോട്ട് വരും. ഞാൻ ഈ സമയത്ത് കുറച്ച് മല്ലിച്ചപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അത് ആ ഫ്ലേവർ ഒന്ന് ചിക്കനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി നമ്മൾ ലാസ്റ്റിൽ ആഡ് ചെയ്യും. അമ്മേ അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഏകദേശം സെറ്റായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാ സ്പൈസസും ആഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര കളറിലുള്ള ഒരു സംഭവം. അപ്പോൾ നമ്മളെ മസാലേൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ചോറ് ഉണ്ടാക്കാൻ പോവാന്ന്. അപ്പോൾ നമ്മൾ വട്ട വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ മസാലേൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ റൈസ് ഉണ്ടാക്കാൻ പോവുമായിരുന്നു. ഇത് നമ്മൾ പകുതി ആക്കിയിട്ടാണ് എടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും ഒരു 2-2.5 ടേബിൾ സ്പൂണോളം നെയ്യും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നല്ല പോലെ നമ്മുടെ റൈസ് വറുത്തെടുക്കും. എല്ലാവരും വറുക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു, എല്ലാവരും അങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മളിവിടെ വീട്ടിൽ വെക്കുന്ന സമയത്ത് നല്ല പോലെ അരി മൊരിയിച്ചെടുക്കും, അതിനുശേഷം മാത്രമേ വെള്ളം ആഡ് ചെയ്യാറുള്ളൂ. അതിനിതാ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി. ഇതാ റൈസ് ഞാൻ നേരത്തെ തന്നെ നമ്മൾ ഊറ്റി വെച്ചുകൊണ്ട് ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ റൈസ് നല്ല റൈസായിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഒരു നോർമൽ സംഭവമായിരുന്നു. അപ്പോൾ ഇതാ നല്ല പോലെ നമ്മൾ വാട്ടിയെടുക്കാൻ പോവാണ്, നല്ലോണം പൊരിച്ചെടുക്കാൻ പോവാണ് റൈസ്. അതിനുശേഷം നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ട് കുറച്ചൊരു ലോ ഫ്ലെയിമിൽ ആദ്യം ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കും. പിന്നെ കുറച്ചും കൂടെ ഒന്ന് ലോ ആക്കി വെക്കും. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിന് ഞാൻ അമ്മേൻ്റെ ഹെൽപ്പ് ചോദിക്കും, കാരണം എനിക്ക് പേടിയാണ്. ഒരു കപ്പും കൂടി വേണം. ഇതാ കപ്പ്. അറിയാം നമ്മ കുറഞ്ഞു ഉപ്പ്.
വെള്ളമേ പറ്റും. അങ്ങനെ നമ്മുടെ ചോറ് അടുപ്പത്ത് മൂടി വെച്ച് ഇനി നമ്മൾ ചമ്മന്തി അരക്കാൻ പോകുന്ന പുതിന ഇല്ല, അതുകൊണ്ട് നമ്മൾ മല്ലിച്ചപ്പ്, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഇട്ടിട്ട് ഒരു ചട്നി ഉണ്ടാക്കാൻ പോകുന്ന. പിന്നെ നമുക്ക് തൈരാക്കണം അല്ല അമ്മ, സാലഡ് ആക്കണം. പപ്പടം വാട്ടുന്നില്ല ഉണ്ടോ? അപ്പം നമ്മൾ ഏകദേശം പണി കഴിഞ്ഞ് ഇനി ചോറായിട്ട് നമുക്ക് ദമ്മിടണം. അമ്മ ചമ്മന്തി അരക്കാൻ പോകുന്ന, എനിക്കിനി സാലഡിൻ്റെ പണിയുണ്ട്. അതിന് മുന്നേ ഞാനൊന്ന് ഷുട്ടൂന് ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇന്ന് വാട്ടർമെലൺ ജ്യൂസ് ആക്കാം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമ്മളെ ലഞ്ചിൻ്റെ പരിപാടി കഴിയും. അപ്പോൾ ഞാൻ ബിരിയാണി ഏകദേശം നമ്മളെ ചോറാവുന്ന സമയം കൊണ്ട് ഷുട്ടൂന് ഞാൻ ഒരു ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വാട്ടർമെലൺ ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും സ്നാക്സായിട്ട് ഞാൻ കൊടുക്കാമെന്ന് അവൾ ചോറ് കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അധികവും ചെയ്യുന്നതാണ് ജ്യൂസാക്കിയിട്ട് കൊടുക്കുക എന്നുള്ളത്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു വിചാരിക്കണ്ട. അപ്പം ഞാൻ ഇതൊന്നും ആക്കി കൊടുത്തിട്ട് പിന്നെ ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. അവൾ അവിടെ ഇപ്പോഴും കൊക്കോമലണിൽ തന്നെയാണ് ഉള്ളത്. ഞാൻ എൻ്റെ പണി പെട്ടെന്ന് തീർന്നിട്ട് വേണം ഇനി അവൾ അവിടെ നിന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവൾക്ക് ജ്യൂസ് കൊടുത്ത് വന്നു. അപ്പോൾ നമ്മളെ ചോറ് അവിടെ നിന്ന് ആവുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതാണ്. പിന്നെ ഇനിയിപ്പോൾ സാലഡ് ആക്കണം. ചമ്മന്തി ഓൾറെഡി അമ്മ അരച്ച് വെച്ചു. പിന്നെ നമുക്ക് പപ്പടം വാട്ടണം, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഞാൻ ഈ ചോറാവുന്ന സമയം കൊണ്ട് തന്നെ എല്ലാം ക്ലീനപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലേ പിന്നെ നമുക്ക് ലാസ്റ്റിൽ ക്ലീനിങ് ഭയങ്കര പണിയായി പോവും. അതുകൊണ്ട് ടൈം കിട്ടുന്നതിന് അടുക്കടുക്ക് നമുക്ക് ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ചോറ് വെന്തോന്ന് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു, പക്ഷേ വെന്തിട്ടുണ്ടായിരുന്നില്ല. വെള്ളം കുറച്ച് വറ്റി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ ഇനി നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ക്ലീനിങ്ങിലേക്ക് കടന്നു. അപ്പോൾ നമ്മൾ ചോറ് അവിടെ നിന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സാലഡാണ് ബാക്കി. ഞാനിപ്പം അത് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഷുട്ടൂന് ഞാൻ ഓൾറെഡി ജ്യൂസ് കൊടുത്തു. ഇനിയിപ്പോൾ ലഞ്ചിട്ട് പരിപാടി കഴിഞ്ഞിട്ട് വേണം ബാക്കി അവിടെ നിന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞാലും പിന്നെ ഞാൻ കുക്കുംബർ തൊലിയൊക്കെ കളഞ്ഞ് നമ്മുടെ സാലഡ് ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അതും കൂടിയാണ് എൻ്റെ മെയിൻ പരിപാടി ബാക്കിയുള്ളത്. അതിലിടക്ക് കുട്ടപ്പൻ എന്തായി എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന് നോക്കുകയാണ്. പിന്നെ ഞാൻ എല്ലാം പെട്ടെന്ന് സ്പീഡ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഷുട്ടൂൻ്റെ മൂഡ് എപ്പോഴാണ് മാറാമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാനെല്ലാം പകുതിക്കിട്ട് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചോറ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടണം. അതിന് മുന്നേ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വാട്ടിയെടുക്കാനുണ്ട്. അത് ചെയ്തിട്ട് സാലഡ് ആക്കാൻ തോന്നുന്നു എനിക്ക്. അപ്പോൾ ചോറ് റെഡി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് ദമ്മിടേണ്ട പരിപാടി നോക്കണം. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഉള്ളിയും നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പൊന്നും വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പണി അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ പരിപാടി ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അതിലേക്ക് നീങ്ങിയിരിക്കുകയാണ്.
ഈ ഉള്ളി വാട്ടുന്ന സമയത്താണെങ്കിലും നമ്മളിങ്ങനെ പൊരിച്ച് ഫുള്ള് എണ്ണയിൽ മുക്കിയെടുക്കലില്ല. കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ 1-2 ടേബിൾ സ്പൂൺ നമ്മുടെ നെയ്യും കൂടെ മിക്സ് ചെയ്ത് നോർമലി ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്താ പറയുക, ഫുൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാറില്ല ഒനിയൻ ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാക്കി. സോ അതിൻ്റെ അടുക്ക് പിന്നെ ആ ഉള്ളി ഒന്ന് വാടി, നമ്മൾ ഫുൾ എണ്ണ ഇടാത്തതുകൊണ്ട് അത് വാടിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ അപ്പോഴേക്കും കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ സാലഡ് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കുംബർ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടാണ് ഇഷ്ടം. അതുകൊണ്ടാണ് വളരെ തിന്നായിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഉള്ളിയും കുക്കുംബറും ആണ് ഇടുന്നത് നമ്മൾ. സാധാരണ പച്ചമുളകും കൂടെ ആഡ് ചെയ്യാറുണ്ട്. അഥവാ ചുട്ടൂന് വേണമെങ്കിൽ പിന്നെ അവൾക്ക് ഭയങ്കര എരിവ് ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല. കുറച്ച് മല്ലിച്ചപ്പും നമ്മുടെ കുക്കുംബറും പിന്നെ ഉള്ളിയാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. തക്കാളിയും ഓപ്ഷനിൽ ഇടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ തക്കാളി ആഡ് ചെയ്യുമ്പം കുറച്ചും കൂടെ വേഗം ചീത്തയായി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആക്കി വെച്ച് ഇപ്പോൾ ഉച്ചയ്ക്കാക്കി വെച്ച് നമുക്ക് വൈകുന്നേരം എടുക്കണമെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസം മാതിരി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രോബബ്ലി എപ്പോഴും എന്താ പറയുക തക്കാളി ആഡ് ചെയ്യാറില്ല. പക്ഷേ ആ തക്കാളി ആഡ് ചെയ്താൽ ടേസ്റ്റുമാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം. ഞാനിപ്പോൾ തൈര് ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ സാലഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം വാട്ടൽ ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പുറത്ത് കാണുന്ന ചുട്ട് ജ്യൂസ് കുടിച്ച കുപ്പിയാട്ടോ, ആരും മൈൻഡ് ചെയ്യണ്ട. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതാ കിസ്മിസ് ആഡ് ചെയ്തു. എല്ലാം ആ സെയിം എണ്ണയിൽ തന്നെ കേട്ടോ ചെയ്യുന്നത്. വേറെ എണ്ണ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നൊന്നുമില്ല. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. എപ്പോഴും അങ്ങനെ മാറ്റിയെടുക്കാറില്ല നമ്മൾ. അപ്പോൾ ഇതും കൂടെ ആയി, പിന്നെ അണ്ടിപ്പരിപ്പും കൂടി ആയാൽ പിന്നെ നമുക്ക് ദമ്മിടൽ പരിപാടി ചെയ്യാം. ഈ സംഭവം വറുത്തിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ഏച്ചിയാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഇത് സൈഡിൽ വാട്ടി വെച്ചിട്ടാകുമ്പോൾ ഞാനിങ്ങനെ എടുത്ത് കഴിച്ച് പോവും. സാധാരണ ഉള്ളിയും ഇഷ്ടമാണ്. കിസ്മിസ് അത്ര വലിയ താല്പര്യമില്ല. അങ്ങനെ നമ്മൾ ബിരിയാണി പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ദമ്മിടലാണ് നമുക്കുള്ളത്. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. കുറച്ച് റൈസ്, പിന്നെ ചിക്കൻ, പിന്നെ അതിൻ്റെ മേലെ റൈസ്, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ പരിപാടി നോക്കാം. നമ്മൾ ചോറ് വെച്ച പാത്രത്തിൽ തന്നെയാണ് ദമ്മിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് റൈസ് എടുത്തിട്ട് നമുക്ക് മാറ്റണം വേറെ പാത്രത്തിലേക്ക്. ഞാൻ എന്തായാലും അങ്ങനെ നമ്മൾ റൈസ് എല്ലാം സെറ്റാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എല്ലാം കൂടെ ഒന്നിൽ കൊള്ളാത്തതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി ലെയർ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് നമുക്കിപ്പം നമ്മൾക്ക് വെച്ചതുകൊണ്ട് ഞാൻ ഒരു ലെയറിൻ്റെ പരിപാടിയേ ഉള്ളൂ നമുക്ക്. നിങ്ങൾക്ക് എത്ര ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് ലെയറിൻ്റെ എണ്ണവും കൂട്ടാം കേട്ടോ. പിന്നെ ഇങ്ങനെ അല്ലാണ്ട് ചിക്കൻ ഫുള്ളി താഴെ ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് ബിരിയാണി മീൻസ് റൈസ് ഇടുന്ന ദമ്മിടലും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇപ്പം നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുന്നത് എന്താ പറയുക, ദം ഇടുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മുടെ ഗ്രേവി വറ്റിപ്പോവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു ലെയർ, താഴത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ള റൈസ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഞാൻ കുറച്ച് അതിൻ്റെ മേലെ മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പും പുതിന നമ്മൾ കറിയിലിട്ട് കുറച്ച് തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ പുതിന ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ ചിക്കൻ ഇടും, പിന്നെ റൈസ്, അങ്ങനെ ബാക്കിയുള്ള നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഉള്ള സംഭവം മേലെ ഫുള്ളായിട്ട് ഫ്ലഡ്ജായിട്ട് ഇടുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കേണ്ട വലിയ കനലൊക്കെ ഇട്ടുള്ള ദമ്മിങ് ആണെന്ന്. അങ്ങനെയേ അല്ല. നമ്മൾ ഇത് ചെറിയ ലോ ഫ്ലെയിം ആക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് മേലെ വെക്കാൻ ചെയ്യാറുള്ളത്. അതാണ് നമ്മുടെ സ്റ്റൈൽ ഓഫ് ദമ്മിങ്. ചില ആൾക്കാർ നമ്മുടെ അലൂമിനിയം ഫോയിൽ ഷീറ്റ് ഉണ്ടല്ലോ, അത് വെച്ച് മൂടി ദമ്മിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും നല്ലതാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്തെങ്കിലും നല്ല കട്ടിയുള്ളൊരു പാത്രം മേലെ എടുത്ത് വെക്കും. അങ്ങനെ ചിക്കൻ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിതാ ലാസ്റ്റ് ലെയർ ഓഫ് റൈസും കൂടി എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. നല്ല റൈസായിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതും കൂടെ അതിൻ്റെ മേലെ ഇട്ട് പിന്നെ നമ്മൾ പറഞ്ഞ ആണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദമ്മിങ്ങിന് നേരെ വെക്കാം. പിന്നെ നമുക്ക് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇനി പിന്നെ എനിക്ക് ഷുട്ടൂനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അവൾ കുറേ നേരമായി എൻ്റെ അടുത്തേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഓരോന്ന് പറഞ്ഞിപ്പം ലാസ്റ്റ് മിനിറ്റിൽ അവൾ ക്ഷമ നശിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളൊന്ന് സെറ്റാക്കണം. അങ്ങനെ ബിരിയാണി എല്ലാം സെറ്റായി. ഇനി നമ്മൾ ദമ്മിടാൻ പോകുമെന്ന്. ദമ്മും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി അടുപ്പത്ത് വെക്കട്ടെ.
അങ്ങനെ ഇതാ നമ്മളെ ഷുട്ടൂപ്പി എത്തിയിട്ടുണ്ട്. അവൾ കുറേ നേരമായി പാവം. ഇന്ന് കുറച്ച് സമയം ആ ഫോണല്ല ലാപ്ടോപ്പിൽ കോക്കോമെലൻ കണ്ടിരുന്നു. പിന്നെ ഓരോ കാര്യങ്ങൾ പിന്നെ കുട്ടപ്പനുള്ളതുകൊണ്ട് കുറച്ച് സമയം ഓറ് ഹാൻഡിൽ ചെയ്തു. അങ്ങനെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും ക്ലീനിങ്ങിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഓൾറെഡി നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ച് വാരി നമ്മുടെ കുറേ ചോറിൻ്റെ വറ്റൊക്കെ നിലത്ത് താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാലി പറ്റുന്നതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് അടിച്ച് വേഗം ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും പിന്നെ നമ്മൾ പണി കഴിയും. പിന്നെ പപ്പടം വാട്ടേണ്ട പണി മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അങ്ങനെ നമ്മൾ ബിരിയാണീൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടിയായി. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആണ് കഴിക്കുള്ളൂ. ആക്കി കഴിഞ്ഞ് പിന്നെ ക്ഷീണിച്ചു. ബിരിയാണി ആകുമ്പോൾ ഇത്ര ടൈം എടുക്കുക. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടോ ഇത്ര ടൈം എടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അമ്മ വേഗം ചോറും കറിയൊക്കെ ശടപടയുന്നുണ്ടാക്കും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ക്ഷീണിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഷുട്ടുവിൻ്റെ പിന്നാലെ ആയിരിക്കും. അവൾ കുറേ നേരമായി എൻ്റെ അടുത്ത് വരാണ്ട് കളിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അവളെ നോക്കട്ടെ. അയ്യേ ഇല്ല ആല്ല. ഒന്നും കൂടെ നിന്നോ. ആ സ്മൈൽ സ്മൈൽ. മുടി അങ്ങോട്ടാക്ക്, കണ്ണു കുത്തുന്ന. ഇന്ന് ഷുട്ടൂന് എന്നാ സ്പെഷ്യൽ? ഇന്ന് നമ്മൾ തിന്നുവാ? എന്നാന്ന് പറ. അല്ല ഇന്ന് തിന്നുവാ. എന്നാ അമ്മ ഇപ്പം എന്താ ഉണ്ടാക്കിയേ? ഓട്സാ? പോടാ. ബിരിയാണി. ആ മറന്നുപോയാ? ഷുട്ടൂൻ്റെ ഫേവറേറ്റ് അല്ലേ ബിരിയാണി? അമ്മക്കൊരു ഐ ലവ് യു തരുമോ? ഹാർട്ട് തരുമോ? താങ്ക് യു. ഓക്കെ. അമ്മോ അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ വീഡിയോ എല്ലാം എടുത്ത് എൻ്റെ ഫോണിലെ ചാർജ് തീർന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളെന്തായാലും പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ചാർജ് ചെയ്യട്ടെ. അതിന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കാണിക്കാം കേട്ടോ. ആ ആയി ആയി ആയി. ഹായ് പറഞ്ഞേ. ഐ ലവ് യു. ഇതാ വേർത്ത് ആയി ആയി. ഓക്കെ. അപ്പോൾ സമയം 12:30 കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഞാൻ ഷുട്ടുപ്പിക്ക് ചോറ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചല്ലേ ഷുട്ട? ബിരിയാണി തിന്നാ നമുക്ക്. അപ്പം നമ്മൾ പോയിട്ട് ബിരിയാണി തിന്നിട്ട് ചിച്ചി കുട്ടീനെ കണ്ടാ? വെറുതെ കരയുന്ന കുട്ടീനെ കണ്ടാ? അയ്യേ. ഷുട്ടു ബിരിയാണി തിന്നട്ടെ. ചോറെടുത്ത് വെച്ച് ഇരിക്കുമ്പോഴേക്കും പിന്നെ അവളുടെ മൂഡ് മാറി. എന്താ പറയുക, ഉറക്ക് വന്ന ആ ഒരു ക്ഷീണവും കളിയും എന്തൊക്കെയോ ഒരു ഇതായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് കഴിപ്പിച്ചു. പിന്നെ നേരെ കൊണ്ടുപോയി ഉറക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ മ്യൂട്ട് ചെയ്തത് വേറൊന്നും കൊണ്ടല്ല. ഞാനിവിടെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ആ കഥ തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഷുട്ടുപ്പി ചോറ് തിന്ന്. ഇനിയിപ്പോൾ ഞാൻ അവളെ വേഗം കടത്തി ഉറക്കട്ടെ. നല്ല ഉറക്ക് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആള്. അപ്പോൾ ഇനി അവളെ ഉറക്കിയിട്ട് വേണം നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറല്ല ബിരിയാണി. ഞാൻ എന്തായാലും വേഗം പോയിട്ട് അവളെ ഉറക്കിയിട്ട് ബാക്കി. ഓക്കെ, ഉറങ്ങാ. വാ ഉറങ്ങാലോ. ആ വാ. അങ്ങനെ ആ ഷുട്ടൂനെ ഉറക്കി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ 1:30 ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നീങ്ങി. ഇതാ നമ്മുടെ സാലഡ് ഉണ്ട്, ചമ്മന്തി ഉണ്ട്, പപ്പടമുണ്ട്. എല്ലാം കൂടെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് വയറൊക്കെ ഫുള്ളായി. പിന്നെ ഞാൻ എനിക്ക് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ രാത്രി എനിക്ക് എന്താ അറിയില്ല, ഉറക്കം തീരെ ശരിയായില്ല. തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനൊന്ന് കണ്ണ് പൂട്ടി വരുമ്പോഴേക്കും ഷുട്ടു എണീച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാനും പറ്റിയിട്ടില്ല. അപ്പം തന്നെ ഞാൻ എണീച്ചു. ഷുട്ടുപ്പി എണീച്ചു. എന്താ ഇത്? ഞാൻ കുറച്ചൊന്ന് ഉറങ്ങി വരുമ്പോഴത്തേക്ക് ഇവൾ എണീച്ചു. എൻ്റെ ഉറക്കം പോയി. നമുക്ക് ശിശുവൊക്കെ ആക്കാം. അപ്പിടണ്ടേ? ഓക്കെ ഓക്കെ പറ. അപ്പോൾ ഷുട്ടു ആടെ അമ്മേൻ്റെ അടുത്ത് നിന്ന് കളിക്കലാണ്. ഞാൻ അപ്പോൾ ആ സമയത്ത് വേഗം പോയിട്ട് അവളുടെ പാമ്പസ് കുറച്ച് പൊട്ടിച്ച് റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു.
അപ്പം ഞാൻ അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അവൾ പിന്നാലെ വന്നാൽ കഴിഞ്ഞാൽ എന്നെ ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ട് എന്തായാലും ആ പരിപാടി നോക്കട്ടെ. ഞാനിത് എൻ്റെ മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് പാമ്പസ് ചെയ്യാറുള്ളതെന്നുള്ളത്. ഞാനത് കട്ട് ചെയ്ത് ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ നമ്മളെ ജെല്ല് മൊത്തം ഒരു ബക്കറ്റിലാക്കി വെക്കും. പിന്നെ അത് ഞാൻ വെള്ളം ഒഴിച്ച് അതിലേക്ക് കല്ലുപ്പ് ഇട്ട് അത് നമ്മൾ ഇങ്ങനെ അലിയിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ പുറത്തത്തെ കവർ മാത്രമേ ഉള്ളൂ, അത് മാറ്റി വെക്കും. അങ്ങനെയാണ് എപ്പോഴും ഞാൻ കുറേ ആയിട്ട് ഷൂട്ടിന് മുന്നേ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ സംഭവം നമ്മൾ കത്തിക്കുന്ന സമയത്ത് എന്തായാലും പോവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് മൊത്തം ആ ജെല്ലൊക്കെ എടുത്ത് ഒരു ബക്കറ്റിലിട്ട് വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കല്ലുപ്പാണ്. കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഡിസോൾവ് ആകാൻ വേണ്ടിയിട്ട് വെക്കും. പിന്നെ അതിൻ്റെ അകത്തുള്ള ജെല്ലെല്ലാം ഫുള്ളായിട്ട് അലിഞ്ഞ് പോയിക്കോളും. ഇനി അത് അതിൻ്റെ അകത്തുള്ള ആ ജെല്ലെല്ലാം ഫുള്ള് അലിഞ്ഞ് റെഡിയാവും. പിന്നെ നമ്മുടെ ആ കോട്ടൺ സംഭവം മാത്രമേ ബാക്കി ഉണ്ടാവും. ആ ബക്കറ്റ് ഞാൻ അതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുന്ന കേട്ടോ, മിക്സാക്കി എടുക്കുന്നതൊന്നുമല്ല. അപ്പോൾ ഇനി ആ ഒരു നാളത്തേക്ക് നമുക്കെടുത്ത് പറമ്പിൽ എവിടെയെങ്കിലും മറിച്ചാളി. നമ്മൾ കവറൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വേറെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അറിയാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ച് പറയുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഷുട്ടുവിൻ്റെ പാമ്പസ് എപ്പോഴും ചെയ്യാറുള്ളത്. ഞാൻ ഒരു പോമഗ്രാനൈറ്റ് സൈഡാക്കി അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. ഷുട്ടുവിന് ജ്യൂസ് അടിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഇതാ ഉറുമാമ്പഴം മൊത്തം ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇട്ടു. ഇനി ഞാൻ പാല് ജസ്റ്റ് ചൂടാക്കിയിട്ട് തണിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അടിക്കുക ചെയ്യുക. അങ്ങനെ കൊടുക്കല്ലോ, എന്താ പറയുക, തണുത്ത പാല് കൊടുക്കില്ല. സോ ഇനി ഇത് പരിപാടിയുണ്ട്. സാധാരണ കൊടുത്താൽ ഇങ്ങനെ കഴിക്കില്ല അവൾ. അപ്പം ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്ന കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കുറച്ച് ഞാൻ ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തതാണ്. പാല് മാത്രമായിട്ട് കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളാകുമ്പോൾ വേഗം മടുക്കും. അപ്പോൾ അവൾ ഇന്നലെ ഒന്നും പാല് കുടിക്കാൻ വലിയ താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ഫ്ലേവർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുമ്പോഴേക്കും ഇതാ അച്ഛനും മോളും കൂടി പാല് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാ? ആ, ചുട്ടു എവിടെയാ പോന്നേ? ഈയിടെയായിട്ട് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ 2 വീലർ യാത്ര എന്ന് പറയുന്നത്. യാത്ര പ്രോത്സാഹിപ്പിക്കാറില്ല, നമ്മളാരും പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ ഇത് റോഡിൻ്റെ അപ്പുറത്തൊന്നും പോകണ്ട, നമ്മളെ ഇപ്പുറത്ത് തന്നെയുള്ള ഒരു റോഡിൻ്റെ ഇപ്പുറത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലാണ് പോകുന്നത്. അതുകൊണ്ട് അടുത്തല്ലേന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു വളവിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അവിടെ ആയതുകൊണ്ട് മാത്രം വിടുന്നതാണ്. അപ്പോൾ അവൾ വരുമ്പോഴേക്കും ഞാൻ അവളുടെ ജ്യൂസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് അവൾ ആ ജ്യൂസ് കുടിച്ചോളും. അല്ലെങ്കിൽ ചായ കുടിക്കില്ല, പക്ഷെ വേണം എന്ന് പറയും. ഇല്ലേ പിന്നെ അവൾ വെറുതെ വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കും. അപ്പം ഞാനിങ്ങനെ ജ്യൂസാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജ്യൂസൊക്കെ ആക്കി കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പാൽ വെച്ച് ചായയൊക്കെ വെച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അച്ഛനും മോളും എത്തിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ചെരുപ്പൂരി തരാൻ പറ അച്ഛനോട്. അച്ഛൻ ഊരി തരും. ഇന്ന് നമുക്ക് ചായക്ക് ഉണ്ടായിരുന്നത് പഴവും മിക്സ്ചറും കേട്ടോ. മിക്സ്ചർ അന്നേ അമ്മ വരുമ്പോൾ കൊണ്ടുവന്നാണ്. അപ്പോൾ നമ്മൾ അത് കഴിക്കാമെന്ന് ചോദിച്ചു. ഇന്ന് ഉച്ചക്ക് ബിരിയാണി ആയതുകൊണ്ട് അമ്മ പത്തൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, എല്ലാം കൂടെ ഹെവി ആയിരിക്കും. രാത്രി ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഡിന്നറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുട്ടപ്പനൊന്നും വേണ്ടാന്നാണ് പറഞ്ഞത് ഫുഡ്. അപ്പോൾ പിന്നെ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. ലൈറ്റായിട്ടെന്നല്ല, ഞാനെന്തായാലും ബിരിയാണി കഴിക്കും. 24 hours ബിരിയാണി കിട്ടിയാൽ കഴിക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ മോളും. പിന്നെ കുട്ടപ്പനെ ഹെവി ആയതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു, രാത്രി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇനിയിപ്പം ഷുട്ടുപ്പിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. നല്ല ചൂടാണ്, ഞാൻ മൊത്തം വേർത്തൊലിച്ചിരിക്കുക. കുളിക്കണ്ടേ? ആ, നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഷുട്ടുപ്പിക്ക് കുളിക്കണം, അമ്മയ്ക്ക് കുളിക്കണം. നമ്മൾ ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ. ഞാൻ മുട്ടയോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിപ്പിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ കുളിപ്പിക്കാനുള്ള പരിപാടി നോക്കാം. ചുട്ടു നമുക്ക് അച്ഛമ്മേറ്റു ഷുട്ടിന് പമ്പത്ത് പോയി കൊണ്ടുപോയി. അച്ഛമ്മ എടുത്തു. അച്ഛമ്മനെ കാണുന്നുണ്ടോ? അച്ഛമ്മ തടി. അയ്യേ അയ്യേ, കുളിക്കാം എന്നാല്. അങ്ങനെ ഇതാ ഷുട്ടുപ്പിന്റെ കുളിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഡ്രസ്സ് മാറ്റാൻ പോവാണ്. ഇനി കുളിച്ച് കഴിഞ്ഞ് ഇനി വേണം എനിക്ക് ഇവക്ക്
മുട്ട കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വേഗം ഒന്ന് മിനിക്കെടുക്കട്ടെ. കുളിപ്പിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ കോലം ഭയങ്കര പരിതാപകരമായിരിക്കും. ഇനി വേണം എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെന്തായാലും ചുട്ടിപ്പി ക്രീമെല്ലാം ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ടു. ഇനി നമ്മൾ പോയിട്ട് അയ്യോ എനിക്ക് വയ്യ, ഞാൻ കിതക്കുന്നു. അപ്പോൾ നമ്മളിനി അടുത്ത് പോയിട്ട് മുട്ട തിന്നു. ഭയങ്കര കുറുമ്പിയാണ് ഗൈസ്, ഭയങ്കര കുത്തക്കെട്ട പെണ്ണായത്. അയ്യേ. അപ്പം ഇനി നമ്മൾ പോയിട്ട് മുട്ട കഴിക്കട്ടെ. കൊക്കോമലൻ വെക്കണോ വേണ്ടോ ഞാൻ തീരുമാനിച്ചില്ല. കാരണം ഞാൻ ഇന്ന് ബിരിയാണി പരിപാടിയിലായതുകൊണ്ട് രാവിലെ ഇവള് കുറേ നേരം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കട്ടെ എങ്ങനെയാണ് സാഹചര്യം. നിനക്ക് കുളിക്കണം. ഞാൻ മൊത്തം വേർത്ത് കുളിച്ച് അലമ്പായിട്ടുള്ളത്. വൃത്തിയായിട്ടൊന്ന് കുളിക്കണം. ഞാൻ നോക്കട്ടെ എന്തായാലും. എന്താ പറയുക, ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇവൾ കൊക്കോമലൻ കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് ഞാൻ വൈകുന്നേരം ആയപ്പം പതുക്കെ ഞാൻ വെച്ചു കൊടുത്തില്ല, ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പതുക്കെ ഒന്ന് പിടിച്ചിരുത്തി മുട്ട കൊടുക്കാനുള്ള പരിപാടി നോക്കുമായിരുന്നു. കുഴപ്പമില്ല, കഴിക്കുന്നുണ്ട്. എല്ലാ സമയത്തും മഞ്ഞ കഴിക്കാൻ അത്ര താല്പര്യം കാണിക്കൂല, വെള്ളം മാത്രമേ കഴിക്കൂ. അപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് പതുക്കെ പതുക്കെ ഇങ്ങനെ വായിലേക്ക് വെച്ചു കൊടുക്കുമായിരുന്നു. ആൾ കൊക്കോമലൻ്റെ മൈൻഡിലാണ് ഉള്ളത്. അത് വെക്കണം, എങ്ങനെ അത് കാണാമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് മുട്ടയൊക്കെ കഴിച്ചു. ഇതാ ആൾ കളിക്കാൻ ഫുൾ ഫ്ലെഡ്ജിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ നമ്മുടെ പുറത്ത് വെച്ച ഹെൽമെറ്റും ഇങ്ങനെ നമ്മൾ വിൽക്കാൻ കൊണ്ടുവെക്കില്ലേ, അതുമാതിരി എല്ലാം ഓരോന്നായിട്ട് എടുത്ത് കൊണ്ടുവന്ന് അച്ഛമ്മയുടെ കയ്യിൽ കൊടുത്ത് ഇങ്ങനെ കളിക്കായിരുന്നു. അത് അവളുടെ അച്ഛൻ വരുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് സ്റ്റോപ്പായി. അച്ഛനെല്ലാം എടുത്ത് അങ്ങ് കൊണ്ടുവച്ചു. അങ്ങനെ ഇതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിതാ ഫ്രഷപ്പായി വന്നിരുന്നിട്ടുണ്ട്. ഇന്നിനിയിപ്പോൾ നമ്മളെ പരിപാടി ഒന്നുമില്ല കേട്ടോ. ഇനി കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഡിന്നറൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബിരിയാണി തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി ഇവളുടെ കുറേ കളി കാണുക, ഒരു 10 മണി 12 മണിയാകുമ്പോൾ കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും വരാം. എന്തായാലും എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ്